ഇന്ന് രാവിലെ ഞാൻ എണ്ണിച്ച് മുറ്റത്തേക്ക് ചെന്നപ്പോൾ കാണാൻ കുറേ ചാമ്പയ്ക്ക പഴുത്തിങ്ങനെ തറയിലൊക്കെ വീണ് കിടക്കുന്നു. അങ്ങനെ ഞാൻ ചാമ്പയ്ക്കൊക്കെ പറിച്ച് അടുക്കളയിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിന് നടുക്കത്തെ അരിയെല്ലാം എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഇങ്ങനെ വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് മുറ്റത്ത് പോയി പച്ചമുളക് പറിച്ചു, പിന്നെ കുറച്ച് കാന്താരി ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് കറിവേപ്പില, പച്ചമുളക് കീറിയത്, കാന്താരിയൊക്കെ ഇട്ട് ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചു. അതിലേക്ക് ഈ ചാമ്പയ്ക്ക എടുത്തിട്ടു. ചാമ്പയ്ക്ക എടുത്തിട്ടതിന് ശേഷം കുറച്ചു നേരം ഞാൻ ഈ വെള്ളത്തിൽ അത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. കാരണം ഈ ഉപ്പെല്ലാം അതിൽ പിടിക്കണമല്ലോ. എന്നിട്ട് സ്റ്റവിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ചു നേരം തണുക്കാൻ വെച്ചു. അപ്പൊ സംഭവം ഇപ്പൊ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു നല്ല വൃത്തിയുള്ള പാത്രത്തിലേക്ക് ഉപ്പിലിട്ട ചാമ്പയ്ക്ക എടുത്തു വെക്കാം. ഉപ്പിലിടുന്നത് കൂടാതെ തന്നെ ചാമ്പയ്ക്ക, ജാവ ആപ്പിൾ അല്ലെങ്കിൽ റോസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഈ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കാം, അച്ചാറും ഉണ്ടാക്കാം. ചാമ്പയ്ക്കയിൽ ധാരാളം കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ സി, ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ. അപ്പൊ നെക്സ്റ്റ് ടൈം ചാമ്പയ്ക്ക വൈൻ്റെ റെസിപ്പി ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ടിൽ ദെൻ ബൈ.